ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. മലബാർ കുടിയായ്മ നിയമം 1929 നിലവിൽ വരുന്നത്. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തിയ സ്ഥലങ്ങൾ ആൻഡമാൻ നിക്കോബാർ, ബോട്ടണി ബേ എന്നിവിടങ്ങളിലേക്കാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടക്കുന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡി 1921 നവംബർ 10 നടക്കുന്നത്. മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷനിലാണ്. വാഗൺ ട്രാജഡിയെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. MSMLV 1711 എന്ന നമ്പറിന് കേരള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പറാണ് MSMLV 1711. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂർ.